കൃഷ്ണ. പാലാഴി മഥനം എന്ന മഹാഭാഗവത കഥാഭാഗം നമ്മൾ തുടരുകയാണ്. പരബ്രഹ്മ സ്വരൂപനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ സൗന്ദര്യത്തെ കണ്ടാൽ ഏവരും മയങ്ങിപ്പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ത്രീരൂപത്തെ കണ്ടാൽ അസുരന്മാരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ അവളെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് കരുതി ഓരോരുത്തരും ക്ഷമയോടുകൂടി കണ്ണുമടച്ച് അമൃതിനു വേണ്ടി വായും പൊളിച്ചിരുന്നു. കുറെ സമയം കഴിഞ്ഞിട്ടും അമൃത് കാണാത്തതിനാൽ ഒരുത്തൻ കണ്ണു തുറന്നു നോക്കി. അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. തങ്ങൾ കബളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. മറ്റുള്ള കൂട്ടുകാരോട് അവൻ വിളിച്ചു പറഞ്ഞു, എടാ പെൺകോന്തന്മാരെ, നോക്കൂ, ഇവിടെ അമൃതുമില്ല, അമൃതവാണിയുമില്ല. തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും അവനവന്റെ സ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി. പക്ഷേ അതിലൊരുത്തൻ, വിധുദുന്ദൻ എന്നറിയപ്പെടുന്ന ഒരു അസുരൻ, ഇത് ദേവന്മാരുടെ ചതിയാണെന്ന് മനസ്സിലാക്കി ദേവന്മാരുടെ അടുത്ത് വേഷം മാറിയെത്തി. തനിക്ക് കുറച്ച് അമൃത് നൽകിയാൽ തന്റെ വൃത്തസഹജമായ രോഗങ്ങളെല്ലാം പോകുമെന്നും തന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ദേവന്മാരുടെ അടുത്തെത്തി. ദേവന്മാരെപ്പോൾ അമൃതിന്റെ ഒരു ചെറിയ ഭാഗം അവന് കൊടുത്തു. അപ്പോഴാണ് ഇത് ഒരു അസുരനാണെന്ന് മനസ്സിലായത്. സൂര്യനും ചന്ദ്രനുമാണ് അവൻ അസുരനാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ തന്നെ ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രമെടുത്ത് അവന്റെ കണ്ഠം ഛേദിച്ചു. പക്ഷേ അമൃതിന്റെ കണം അവനിലെത്തിയതിനാൽ അവന്റെ കണ്ഠത്തിൽ നിന്നും ദേഹം മുറിഞ്ഞുപോയില്ല. അവന്റെ ശിരസിന് ജീവൻ വയ്ക്കുകയും ഒരു പാമ്പ് പോലെ നിലത്തെഴിയുന്ന ശരീരഭാഗം ജീവനറ്റു പോകുകയും ചെയ്തു. അതാണ് പിന്നീട് തലഭാഗത്തെ രാഹു എന്നും ദേഹഭാഗത്തെ കേതു എന്നും അറിയപ്പെട്ടിരുന്നത്. സൂര്യനോടും ചന്ദ്രനോടും പിന്നീട് രാഹു കേതു ചെയ്തത് തന്റെ പ്രതികാരമാണ്. ഈ രാഹു കേതുവാണ് പിന്നീട് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടായതിന് കാരണക്കാരൻ. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.